ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വച്ച ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസ് റിപ്പോർട്ട്. സീതയുടെ ശരീരത്തിലെ പരുക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണെന്ന് അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 13-നാണ് പീരുമേട് വനത്തിനുള്ളിൽ സീത കൊല്ലപ്പെട്ടത്. സീതയുടെ ശരീരത്തിലെ പരുക്കുകൾ കാട്ടാനാക്രമണത്തിൽ ഉണ്ടായതല്ലെന്നായിരുന്നു ഫോറൻസിക് സർജന്റെ നിഗമനം. ഇതേ തുടർന്ന് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ സംശയനിഴലിലായി. എന്നാൽ സീതയുടെ ശരീരത്തിലെ പരുക്കുകൾ കാട്ടാനാക്രമണത്തിൽ ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനമെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. അതും ഈ വൈൽഡ് ലൈഫ് എലഫന്റ് അറ്റാക്ക് ചെയ്ത് കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മക്കളും. അതിനിടയിലും കുറെ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ്. വിശദമായിട്ട് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം DYSP പീരുമേട് വിശാഖാംശം നടത്തിയിട്ടുള്ളതാണ്. സാക്ഷിമൊഴിയും മറ്റ് സ്ഥലം സന്ദർശിച്ചിട്ട് ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഫാദർ സ്റ്റേറ്റ്മെന്റൊക്കെ എടുത്തു. ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. കഴുത്തിനുണ്ടായ പരുക്കുകൾ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചത് കാരണമാവാം. വാരിയലുകൾ ഒടിഞ്ഞത് കാട്ടാനാക്രമണത്തിലും തോളിലിട്ട് ചുമന്നു കൊണ്ടുവരുമ്പോഴും ഉണ്ടായതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടറെയും സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതേ തുടർന്നാണ് കാട്ടാനാക്രമണമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം പോലീസ് പീരുമേട് കോടതിയിൽ സമർപ്പിക്കും. സീതയുടെ മരണം കൊലപാതകമാണെന്ന കോട്ടയം DFOയുടെ പ്രതികരണം വലിയ വിവാദമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. എറണാകുളം വടക്കൻ പറവൂർ ഗവൺമെന്റ് LPG സ്കൂളിൽ മതിലിനോട് ചേർന്ന സുരക്ഷാ ഭീഷണി ഉയർത്തി ട്രാൻസ്പോർട്ട്